സിനിമാ മേഖല ഉപേക്ഷിച്ച് കത്തോലിക്ക സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് 33-ാം വയസ്സിൽ മരണമടഞ്ഞ സന്യാസിനിയാണ് സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റ്. സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റിൻ്റെ പേരിലുള്ള സംഗീത പ്രകടനം ജൂലൈ 4-ന് നടക്കും. സ്പെയിനിലെ കോവാഡോങ്ക ദേവാലയത്തിൽ മരിയൻ യൂത്ത് ദിനത്തിൻ്റെ ഭാഗമായാണ് ഈ പരിപാടി നടക്കുക. സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ കലാസൃഷ്ടിയാണ് എ ഫേമസ് നൺ എന്ന പേരിൽ നടക്കുക. നേരത്തെ സിസ്റ്റർ ക്ലെയറിൻ്റെ പേരുള്ള ഡോക്യുമെൻ്ററി പുറത്തിറക്കിയിരുന്നു. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആരാണ് ഈ സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റ്? നവംബർ 14 വടക്കൻ അയർലൻഡിലെ ഡെറിയിലാണ് ക്ലെയർ ക്രോക്കറ്റ് ജനിച്ചത്. ചെറുപ്പത്തിൽ അഭിനയിക്കാനും സുഹൃത്തുക്കളോടൊപ്പം കഴിയാനും അവൾ ഇഷ്ടപ്പെട്ടിരുന്നു. സെക്കൻഡറി സ്കൂളിൽ അവൾ സാഹിത്യത്തിലും നാടകത്തിലും കൂടുതൽ താല്പര്യം കാണിച്ചു. 14-ാം വയസ്സിൽ അവൾ ഒരു അഭിനയ ഏജൻസിയിൽ ചേർന്നു. 15-ാം വയസ്സിൽ അവൾക്ക് ആദ്യത്തെ ജോലി ലഭിച്ചു. ചാനൽ 4-ന്റെ TV അവതാരികയായും നടിയായും എഴുത്തുകാരിയായും സംവിധായികയായും അവൾ ജോലി ചെയ്തു. വളരെ ചെറുപ്പം മുതലേ ഒരു അഭിനേത്രിയാവാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. 2002-ൽ പുറത്തിറങ്ങിയ സൺഡേ എന്ന സിനിമയിലാണ് അവൾ ആദ്യം അഭിനയിച്ചത്. 2000-ലെ വിശുദ്ധ വാരത്തിലാണ് സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം നടന്നത്. സെർവൻസ് സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോം ഓഫ് ദ മദർ സന്യാസ സമൂഹം സ്പെയിനിലേക്ക് സംഘടിപ്പിച്ച ഒരു സൗജന്യ യാത്രയിൽ പങ്കെടുത്തത് വഴിത്തിരിവായി മാറുകയായിരുന്നു. 10 ദിവസത്തെ ധ്യാനത്തിൽ പങ്കെടുക്കുവാനിടയായി. ധ്യാനത്തിനിടെയുള്ള ദുഃഖവെള്ളിയാഴ്ച വിശ്വാസികൾ കുരിശിൽ യേശുവിൻ്റെ പാദങ്ങൾ ചുംബിക്കുന്നത് കണ്ടത് അവളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാഴ്ചയായിരുന്നു. ഊഴം വന്നപ്പോൾ അവളും കുരിശ് രൂപം ചുംബിച്ചു. ഏതാനും സെക്കൻഡുകൾ മാത്രമുള്ള ആ ചുംബനമാണ് അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചതെന്ന് ക്രോക്കറ്റ് തന്നെ പറയുന്നു. ആ സമയത്ത് എനിക്ക് വേണ്ടി കർത്താവ് കുരിശിലാണെന്ന് ഉറപ്പുണ്ടായിരുന്നുവെന്ന് മനസ്സിൽ അനുഭവപ്പെട്ടതായി ക്ലെയർ വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ അവളുടെ ജീവിതം മുഴുവൻ പടരുകയായിരുന്നു. അനുഭവിച്ചറിഞ്ഞ ഈശോയെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കുവാൻ അവൾ തീരുമാനമെടുത്തു. അങ്ങനെ 2001-ൽ 18-ാം വയസ്സിൽ സെർവൻറ്റ് സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോം ഓഫ് ദ മദർ സന്യാസ സമൂഹത്തിൽ അവൾ പ്രവേശിച്ചു. 2006-ൽ തൻ്റെ പ്രഥമവ്രത വാഗ്ദാനവും 2010-ൽ തൻ്റെ നിത്യവ്രത വാഗ്ദാനവും അവൾ എടുത്തു. സ്വജീവിതം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച നാളുകൾ. സ്പെയിൻ, ഫ്ലോറിഡ, ഇക്വഡോർ എന്നിവിടങ്ങളിലെ വിവിധ കമ്മ്യൂണിറ്റികളിൽ സേവനമനുഷ്ഠിച്ചു. അനുഭവിച്ച ഈശോയെ അനേകർക്ക് പകർന്നു നൽകി. അനേകരെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നയിച്ചു. 2016 ഏപ്രിൽ 16-ന് ഇക്വഡോർ ഭൂകമ്പത്തിൽ അവൾ താമസിച്ചിരുന്ന ഭവനം തകർന്നു. മണിക്കൂറുകൾക്ക് ശേഷം സിസ്റ്ററെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിർജീവമായി കണ്ടെത്തി. ഓൾ ഓർ നത്തിങ് എന്ന സിനിമ സിസ്റ്റർ ക്രോക്കറ്റിന്റെ ജീവിതത്തെ കേന്ദ്രമാക്കിയായിരുന്നു. സിസ്റ്ററെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിനുള്ള രൂപതാതല നാമകരണ നടപടികൾക്ക് കഴിഞ്ഞ വർഷം തുടക്കമായിരുന്നു.